അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മുദ്ദയാണ്. മുദ്ദയും കറിയും. അപ്പോൾ മുദ്ദ കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചോറ് കഴിക്കുന്ന പോലെ അല്ലെ വേറെ ഫുഡ് കഴിക്കുന്ന പോലെ അല്ല മുദ്ദ കഴിക്കേണ്ടത്. മുദ്ദ കഴിക്കാനൊരു ടെക്നിക്കുണ്ട്. അല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല, വായിലെല്ലാം ഒട്ടി പിടിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മുദ്ദ കഴിച്ചിട്ട് വാ തുറക്കാൻ പറ്റാതെ ഇങ്ങനെ അവസ്ഥയിലിരുന്നു. പിന്നെ എനിക്ക് അവർ പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെയല്ല മുദ്ദ കഴിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് മുദ്ദ കഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫുഡൊക്കെ എടുത്ത് വയ്ക്കാം, എന്നിട്ട് പതുക്കെ കഴിച്ചു തുടങ്ങാം. ആദ്യമായിട്ട് ചോറെടുക്കാം. കുറച്ച് വെള്ളച്ചോറാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു പ്ലേറ്റിൽ ഇതുപോലെ പാത്രത്തിൽ എടുത്ത് അളന്നൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ മുദ്ദ എടുത്തു വെച്ചു. ഇതേപോലെ 2 മുദ്ദ ഉണ്ടാക്കി, ഒന്ന് വൈകിട്ടത്തേക്കും ഒന്ന് ഇപ്പോഴത്തേക്കും. മീഡിയം സൈസ് ഒരു ബോളാണ് ഉണ്ടാക്കിയത്. പിന്നെ അച്ചാർ, പിന്നെ പീച്ചിങ്ങയും പരിപ്പും കൂടെ ഒരു കറി. ഇത്രയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്. മുദ്ദയിൽ തന്നെ തുടങ്ങാം. കുറച്ച് മുദ്ദ എടുത്തു, നന്നായിട്ട് കറിയിലിങ്ങനെ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കണം, നന്നായിട്ട് മുക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ കറിയെല്ലാം കൂട്ടി നമ്മളിങ്ങനെ മുദ്ദ എടുത്തു. എന്നിട്ട് ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് വായിലിടുക, വിഴുങ്ങുക. അത്രേ ഉള്ളൂ. ചവയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് മുദ്ദ. അപ്പോൾ ഉണ്ടാക്കി സാമ്പാറോ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കറിയോ ഇറച്ചിക്കറിയോ എന്തെങ്കിലും കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചാറുള്ള എന്തെങ്കിലും കറി കൂട്ടി വേണം മുദ്ദ കഴിക്കാൻ. അപ്പോൾ നമ്മൾ ഈ മുദ്ദ കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് മുദ്ദ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും മുദ്ദയൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. കഴിക്കാൻ അറിയാൻ വയ്യ എന്ന് വെച്ചിട്ട് കഴിക്കാതിരിക്കണ്ട. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കറി കൂട്ടിയിട്ട് വിഴുങ്ങുക, അത്രയേ ഉള്ളൂ.